ഭർത്താവിനെ വഞ്ചിച്ച് കാമുകനുമായിട്ട് കിടപ്പറ പങ്കിടുന്നതിന്റെ ഇടയിൽ കഴുത്തിൽ കത്തികുത്തി ഇറക്കി കൊന്നുകളഞ്ഞു. ആ ഭർത്താവ് എന്തിന്റെ പേരിലാണ് സങ്കടപ്പെടേണ്ടത്? തന്റെ പ്രിയപ്പെട്ട ഭാര്യ കൊല ചെയ്യപ്പെട്ടതിന്റെ പേരിലോ, അതല്ല തന്നെയും തന്റെ മക്കളെയും ചതിച്ചതിന്റെ വഞ്ചിച്ചതിന്റെ പേരിലോ? എന്തിന്റെ പേരിലാണ് ആ ഭർത്താവ് സങ്കടപ്പെടുക? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, ഭർത്തമതികളായ നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ വശീകരിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ ശരീരത്തെ മാത്രം മോഹിച്ചുകൊണ്ട് പലരും നവമാധ്യമങ്ങളിലൂടെ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധേയന നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളെ വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ആ സമയത്ത് നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ ഭക്ഷണത്തിനു വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ മറന്നുകൊണ്ട് ഇന്നലെ കണ്ടവന്റെ പഞ്ചാര വർത്തമാനങ്ങളിൽ വീണ് നിങ്ങൾ പോകുമ്പോ അത് ഏറ്റവും വലിയ അപകടത്തിലേക്കാണ്, ഏറ്റവും വലിയ ചതിക്കുഴികളിലേക്കാണ്. വികാരത്തിന്റെ വിഷപ്പടങ്ങാത്തവർ നിങ്ങളുടെ ശരീരത്തെ കുത്തിപ്പറിക്കാൻ വേണ്ടിയാണ് പഞ്ചാര വർത്തമാനങ്ങളും സ്നേഹവും നടിച്ചുകൊണ്ട് കിടന്നു വരുന്നത് എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നമുക്കുണ്ടാവണം. അതല്ലെങ്കിൽ ഇതേപോലെയുള്ള തീരാനഷ്ടങ്ങളിലേക്ക്, വല്ലാത്ത സങ്കടങ്ങളിലേക്ക്, വല്ലാത്ത ചതിക്കുഴികളിലേക്ക് പോയി വീഴുമെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം.